എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഒറ്റയ്ക്കിരുന്നുള്ള ധ്യാനമാണോ? എന്നാൽ 1959 ഒരു സന്ദേശം ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ആത്മീയത എന്നു പറയുന്നത് ഒറ്റയ്ക്കിരിക്കലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതാണ് എന്ന സന്ദേശം. കാലം എത്ര കഴിഞ്ഞാലും ഈയൊരു ചിന്തയ്ക്ക് ഒട്ടും പ്രസക്തി കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതിലേക്ക് ആഴ്ന്നിറക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കുമുള്ള സന്തോഷം എവിടെയാണ്? നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുമ്പോഴാണോ അത് കിട്ടുന്നത്, അതോ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണോ? ഈയൊരു ചോദ്യമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ആത്മീയതയെക്കുറിച്ച് നമുക്കിടയിൽ സാധാരണയായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് രോഹൻ എന്നു പേരുള്ള ഒരാളുടെ കഥ നോക്കാം. 4 ചുമരുകൾക്കുള്ളിൽ സമാധാനം തേടുന്നയൊരാൾ. ഒരുപക്ഷേ രോഹന്റെ ഈ ചിന്തകൾ നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒന്നായിരിക്കാം. ഇവിടെ നോക്കൂ, രോഹൻ ഒരു മുറിയിൽ കണ്ണടച്ചിരിക്കുകയാണ്. പുറത്തെ ലോകം, അവിടുത്തെ വിഷമങ്ങൾ, സഹായം ചോദിച്ചുള്ള വിളികൾ, ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾക്ക് വേണ്ടത് സ്വന്തം മോക്ഷം മാത്രം. ഈശ്വരൻ എന്നാൽ വിഗ്രഹങ്ങളിലും മന്ത്രങ്ങളിലും മാത്രമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. ലോകത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നതാണ് ജ്ഞാനോദയമെന്നും അയാൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഈ ഓട്ടത്തിൽ അയാൾക്കെന്താണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്? ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കേണ്ടത്. എന്താണെന്നുവെച്ചാൽ, സ്വാർത്ഥമായ ഭക്തിക്കൊരിക്കലും ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല. രോഹന്റെ രീതിയിലെ ഏറ്റവും വലിയ തെറ്റും ഇതുതന്നെയാണ്. തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം തന്നെ ഇല്ലാതാവുന്നു. അതായത് ആത്മീയതയെക്കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന രീതിയെ തന്നെ ഇത് മാറ്റിമറിക്കുകയാണ്. ആത്മീയത ഒരുതരം ഒളിച്ചോട്ടമല്ല, മറിച്ച് അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള കടമകൾ നമ്മൾ എപ്പോഴാണോ നിറവേറ്റാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത്.